CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്ത്. കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകളില്ല. CMRL ഉദ്യോഗസ്ഥർ സൂക്ഷിച്ചിരുന്ന ഡയറിയിലെ കണക്കുകൾക്ക് തെളിവുകളുമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേത് വിചാരണയെന്ന മാത്യു കുഴൽനാടന്റെ വാദവും ഹൈക്കോടതി തള്ളി. രാഗിൻ വിവരങ്ങളുമായിട്ട് രാഗിൻ, ഉത്തരവ് പുറത്തു വരുമ്പോൾ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്? അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ആരോപണങ്ങൾക്ക് വസ്തുതകളും തെളിവുകളും ഹാജരാക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. അഴിമതി നിരോധന നിയമപ്രകാരം ഒരു സംശയത്തിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല. അത് പൊതുപ്രവർത്തകന്റെ സൽപ്പേര് തകർക്കും. കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുകയാണെങ്കിൽ കോടതിയിൽ പോകുന്നതിന് ഈ ഉത്തരവ് തടസ്സവുമല്ല. അതോടൊപ്പം തന്നെ ഈ കടലാസുകളിൽ എഴുതി വയ്ക്കുന്ന കണക്കുകൾ, അതിന് തെളിവ് മൂല്യമില്ല, അത് കണക്കിലെടുക്കാനാവില്ല, അത് പ്രസക്തമല്ല. VC ശുക്ല കേസിലെ സുപ്രീം കോടതി ഉത്തരവടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പരാമർശം. ഒപ്പം CMRL ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചിരുന്ന ഡയറിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം കോടതി നടത്തിയിരിക്കുന്നത്. നേരത്തെ ആ ഡയറിയിൽ ഇന്ന ആളുകളുടെ പേരിൽ ചില ഷോർട്ട് ഫോമുകൾ RC, OC അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില PV അടക്കമുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കോടതി പരാമർശം. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ നേരത്തെ പറഞ്ഞിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേത് വിചാരണയായിരുന്നു എന്ന്. ആ വാദം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വസ്തുതകളല്ലെന്ന് കണ്ടെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. കേസെടുക്കാൻ മതിയായിട്ടുള്ള തെളിവുകളില്ല. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഹാജരാക്കിയ തെളിവുകളിൽ കേസെടുക്കാൻ മതിയായിട്ടുള്ള തെളിവുകളില്ല എന്നടക്കമുള്ള കാര്യങ്ങളും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജികൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.